ഹായ് ഹലോ എവ്രി വൺ. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. എൻ്റെ ദിനം പ്രതിയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ അനുഭവങ്ങളും പാഠങ്ങളും ആ ജീവിതം പഠിപ്പിച്ചു തരുന്ന ചെറിയ ചെറിയ സന്തോഷമായ നിമിഷങ്ങൾ, മുന്നോട്ട് പോകാനുള്ള വഴികൾ, അതൊക്കെയാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാ നിമിഷവും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വലിയ വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് വെറും ഒരു ട്രയലാണ്. എന്തായാലും കാണുന്നവർ വളരെ സന്തോഷത്തോടെ കാണുക. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് വഴി അറിയിക്കുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് വലിയ നേട്ടമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കൊരു ബാക്ക് മെമ്മറി ആയിട്ടും എൻ്റെ ദിനംപ്രതിയുള്ള ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മാത്രമാണ്. ഇന്നത്തെ യാത്രാ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ അതിരാവിലെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കുറേ കാഴ്ചകളാണ്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് വിവരിക്കാനൊന്നുമില്ല. എല്ലാവരും കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ നാട്ടിലുള്ള കുറേ സിറ്റുവേഷൻസ്, അതിരാവിലെയുള്ള തിരക്ക്, അതിരാവിലെയുള്ള ഒരു ചായ കൂടിയുള്ള മൊമെൻറ്റ്, പിന്നെ ഒരിക്കലും ആരും കാണരുത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും ഒളിപ്പിച്ചു കൊണ്ടു നടക്കുന്ന എൻ്റെ സ്വന്തം ഫാഷൻ റോ. ഈ വണ്ടി ഓടി തീർന്നാൽ തീർച്ചയായിട്ടും നാട്ടുകാരെന്തായാലും എന്നെ ശ്രദ്ധിക്കും. ഒരു ആക്സിഡൻറ്റിൻ്റെ പിന്നാലെ എൻ്റെ ഫ്രണ്ട് മൾക്കാട് കംപ്ലൈൻ്റ് ആണ്. ഇത് തകടം എന്ന് പറഞ്ഞ് എപ്പോഴും സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും വാക്കുകൾക്ക് കുറേ പിഴവുകൾ ഉണ്ടാവുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. എന്തായാലും ഞാൻ വളരെ സന്തോഷവാനാണ്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ എൻ്റെ വോയിസോട് കൂടി എനിക്ക് ഈ ചെറിയ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്വന്തം നാട്ടിൽ ഉള്ള റോഡിൻ്റെ കണ്ടീഷൻ. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് മൾക്കാട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അന്തസ്സായിട്ട് പറയാമല്ലോ. എന്തായാലും ടാറിൻ്റെ വണ്ടി പോവുകയാണ് പോലും ഇത്രയും സൗണ്ട് ഉണ്ടാകില്ല. നാട്ടുകാരെന്തായാലും ശ്രദ്ധിക്കും. വണ്ടി എടുത്തെന്തായാലും ഷോ ഓഫ് ചെയ്യാനായിട്ടൊന്ന് റോഡിലിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരാമെന്ന പ്ലാനിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഷോ ഓഫ് ചെയ്യാനായിട്ട് ഇന്ന് അവധി ആയതുകൊണ്ട് ആരെയും കണ്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ബസ്സിൻ്റെ ശല്യം സഹിക്കാതെ ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ കൂടെ കയറിപ്പോകുന്നത് എൻ്റെ ഗതികേട്. പിടിച്ചോന്ന് പറയും, വരുന്നു എൻ്റെ അണ്ണ തട്ടല്ലേ, അയ്യോ ഞാൻ പാവം, സൈഡ് തന്നോ അതായത് കയറി പോകുന്നു. എൻ്റെ പൊന്നോ, എന്നാ സ്പീഡാണ്. എൻ്റെ വണ്ടിയുടെ സൗണ്ട് കാരണം ആ വണ്ടിക്കാരല്ല എന്നെ ശ്രദ്ധിച്ച് കാണുമല്ലോ. ആ ചേട്ടൻ മനസ്സുകൊണ്ട് എന്തായാലും പ്രാവും. ഇവൻ ഈ തകരപ്പാട്ട് പോലെ ഈ വണ്ടിക്കകത്ത് എങ്ങനെ പോകുന്നോ എന്തോ, വിചാരിച്ച് കാണുമോ എന്തോ. എന്തായാലും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ ബാക്കിൽ എന്തായാലും ബസ്സുണ്ട്. മുന്നോട്ട് പോയാലേ പറ്റൂ, നമ്മളുടെ അത്യാവശ്യമല്ലേ. എന്തായാലും ലക്ഷ്യസ്ഥാനം ഒരു ചായ എങ്കിൽ ഇവനാരാവാ, പുതിയൊരു വണ്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓട്ടക്കാർ. എന്തായാലും ഇവരൊക്കെ കുഴപ്പമില്ല. ചില ഓട്ടക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പാസഞ്ചറായിട്ട് പോകുന്നു, ഇവനൊക്കെ പിടിച്ച് പെട്ടീനാക്കും. ആരാവാ ചേട്ടാ, കണ്ടിട്ട് തന്നെ നല്ല തീരുമോന്നു എടുക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച സ്ഥാനം ഈ വണ്ടിക്കാരൻ കുറേ നേരം കൊണ്ട് എന്നെ ശല്യം ചെയ്തു. എന്തായാലും ഒരു ശോകം തന്നെയാണ്. ഒരിക്കലും സൈഡ് തരില്ല. ഒരു വണ്ടിക്കാരുകളുടെ കുറവ് ഒരിക്കലും മാറ്റമില്ലാത്ത രീതിയിൽ കേരളത്തിൽ ഇത്രയും വണ്ടി ഉണ്ടോയെന്ന് നമ്മളുടെ അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. പിടിച്ചോന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു ഒരു വഴിക്ക്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളുടെ നാടിൻ്റെയും റോഡിൻ്റെയും കണ്ടീഷൻ എങ്ങനെയൊക്കെ പോയാലും ഒരു വഴിക്ക് പെരുവഴി തന്നെ. എന്തായാലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് എവിടെ പോയി അവസാനിക്കും? ഇനിയും കൂടുതൽ സംസാരിച്ച് നേരെ പോകുന്ന അറിയത്തില്ല. എന്തായാലും അവസാനം സ്പോട്ട് എത്താറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാൻ ചായക്കടയിലേക്ക് എത്തി. അവസാനമായി ചായ കുടിക്കാനായിട്ടുള്ള ഒരു വഴിയിലേക്കാണ്. കൂടുതലായിട്ട് വീഡിയോസ് നീട്ടിക്കൊണ്ടുപോയി ഞാൻ എന്തായാലും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ചായക്കടയുടെ അവസാനമായിട്ടുള്ള ഒരു ഫോട്ടോയുമായി ഞാൻ കാണിച്ചുകൊണ്ട് എൻ്റെ എന്തായാലും ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് നമ്മുടെ പാർട്ടിക്കാർ പറയുന്ന പോലെ എല്ലാവർക്കും ജസ്റ്റ് ഒരു സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും ചായ കുടിക്കുന്ന വീഡിയോ ഇടാൻ മാത്രം എനിക്കൊരു ക്യാമറമാൻ ഇല്ലാത്തതിൻ്റെ സങ്കടം ഇനിയുമുണ്ട്.